ജൂലൈ 30 ഏകദേശം 1:30 പൊട്ടിയ ഉരുൾപൊട്ടലിൽ നമ്മളെ വീടും എല്ലാം നഷ്ടപ്പെട്ടു. അന്നു മുതൽ നമ്മളെ ചേർത്ത് പിടിച്ചത് സർക്കാരാണ്. സർക്കാരിൻ്റെ സർവ്വസൈന്യവും ഉപയോഗിച്ച് എല്ലാ സൗകര്യങ്ങളും സർക്കാർ ചെയ്തു തന്നിട്ടുണ്ട്. ഈ സർക്കാർ അവിടെ നമ്മളെ റവന്യൂ മന്ത്രി, അതേമാതിരി PWD മന്ത്രി, എല്ലാ മന്ത്രിമാരും അവിടെ കേന്ദ്രീകരിച്ച് രക്ഷാപ്രവർത്തനത്തിന് ഊർജിതമായ നിലയിൽ എല്ലാ സൗകര്യങ്ങളും ചെയ്തു തന്നിട്ടുണ്ട്. നമ്മൾ ക്യാമ്പിലേക്ക് പോയി അവിടെ എല്ലാ സൗകര്യങ്ങളും, ഭക്ഷണം, വസ്ത്രം, എല്ലാ സൗകര്യങ്ങളും നമുക്ക് ചെയ്തു തന്നു. അപ്പോൾ തന്നെ നമുക്ക് അടിയന്തര സഹായമായി സർക്കാർ 10,000 രൂപ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് നമ്മൾ ക്യാമ്പിലേക്ക് പോയി അവിടുന്ന് എത്രയും പെട്ടെന്ന് സ്കൂൾ തുറക്കുക എന്ന ദൗത്യത്തോടെ നമുക്ക് എല്ലാവർക്കും വാടക വീട്ടിലേക്ക് മാറ്റാൻ വേണ്ടി കളക്ട്രേറ്റിൽ നിന്ന് വന്ന് സഹായിച്ചു. റവന്യൂ വകുപ്പും അതേമാതിരി സന്നദ്ധ സംഘടനകളും എല്ലാവരും സഹായിച്ചു. അത് കഴിഞ്ഞ് വാടക വീട്ടിലേക്ക് പോയപ്പോൾ നമ്മൾ ഉപയോഗിച്ചിരുന്ന വാഷിംഗ് മെഷീന്, അതേമാതിരി TV, ഫ്രിഡ്ജ് സാധനങ്ങളൊക്കെ സന്നദ്ധ സംഘടനകളും സർക്കാരും ഫർണിച്ചറുകളും എല്ലാവിധ പാത്രങ്ങളും സാധനങ്ങളും സർക്കാർ നമ്മളെ വീട്ടിലെത്തിച്ചു. അത് കഴിഞ്ഞ് മാസാമാസം ഒരു വീട്ടിൽ 300 വെച്ചിട്ട് 2 പേർക്ക് 9,000 വെച്ച് അത് എല്ലാ മാസവും മുടങ്ങാതെ ഇതുവരെ കിട്ടി. അതുവരെ തന്നെയാണ് 6,000 രൂപ വാടക. അതുപോലെ തന്നെയാണ് വലിയ ഉപകാരമായിട്ട് 1,000 രൂപേൻ്റെ കൂപ്പ് നമുക്ക് എല്ലാവർക്കും വളരെ ഉപകാരമാണ്. അത് സപ്ലൈക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങാം, അതിൽ കൂടുതലുള്ള സാധനങ്ങൾ നമുക്ക് പൈസ കൊടുത്ത് വാങ്ങാം. അതുപോലെ തന്നെ അതിൽ ഈ ഉരുൾപൊട്ടലിൽ സുഖമില്ലാതെ ആൾക്കാരെ എല്ലാം ചേർത്ത് പിടിച്ച് അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ഹോസ്പിറ്റലും എല്ലാ സഹായങ്ങളും സർക്കാർ ചെയ്തു തന്നു. ഇപ്പോൾ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട കുട്ടികൾക്ക് അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും 8 ലക്ഷം വെച്ച് അവരെ അക്കൗണ്ടിലേക്ക് ഇട്ടിട്ടുണ്ട്. അത് കലക്ടറെ അക്കൗണ്ടിലാണ് ഉള്ളത്. അവർക്ക് പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ ആ പൈസ കൊടുക്കാനുള്ള നടപടിയും സർക്കാർ സ്വീകരിച്ചിട്ടുണ്ട്. ഇവിടെ ഈ തൊട്ടടുത്തുള്ള ടൗൺഷിപ്പിൽ ലോകോത്തര നിലവാരത്തിലുള്ള ഓരോ വീടുകളാണ് ഉണ്ടാക്കുന്നത്. എല്ലാ സൗകര്യത്തോടും കൂടി 7 സെൻറ്റ് സ്ഥലം നമുക്ക് സർക്കാർ തരുന്നുണ്ട്. അത് ഈ കൽപ്പറ്റയുടെ ഹൃദയഭാഗത്താണ്, ഈ ബൈപ്പാസിലാണ് അത് എടുത്തിട്ടുള്ളത്. അങ്ങനെ നമുക്ക് വേണ്ട എല്ലാ സഹായങ്ങളും തന്ന് ഈ LDF സർക്കാരാണ്. അതിൽ കുറേ സ്വയം സഹായ സംഘങ്ങളും നമ്മളെ സഹായിച്ചിട്ടുണ്ട്, ഇല്ലയെന്നൊന്നും പറയാൻ പറ്റില്ല. അതേമാതിരി തന്നെയാണ് ഇപ്പോൾ ഓരോ കുടുംബശ്രീ മുഖാന്തരം നമുക്ക് മൈക്രോ പ്ലാനിൽ ലോണ് അനുവദിച്ചിട്ടുണ്ട്. 2 ലക്ഷം വരെ പൈസ തിരിച്ചടയ്ക്കാത്തതും അതിൽ കൂടുതലുള്ളത് തിരിച്ചടച്ചിട്ടുമായ നമ്മളെ സംരംഭം എന്താണ് തുടങ്ങേണ്ടത് അത് തുടങ്ങാൻ വേണ്ടിയുള്ള എല്ലാ സംരംഭവും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഇൻട്രസ്റ്റും വഹിക്കുന്നത് സർക്കാരാണ്. എന്തുകൊണ്ടായാലും നമ്മളെ ചേർത്ത് പിടിച്ചൊരു സർക്കാരാണ് ഈ സർക്കാർ. പ്രത്യേകിച്ച് റവന്യൂ വകുപ്പ്, അതേമാതിരി മുഖ്യമന്ത്രി, എല്ലാ വകുപ്പുകളും നമ്മളെ ക്രോഡീകരിച്ച് നമ്മളെ കൈവിടാതെ ഒപ്പം ചേർത്ത് പിടിച്ചൊരു സർക്കാരാണത്.